ധന്യ ബംഗ്ലാദേശിൽ ഹസീനയുടെ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് മൗദൂദിസ്റ്റ് സർക്കാർ മുഹമ്മദ് യൂനുസിനെ താൽക്കാലിക ഭരണത്തലവനാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഈ പറയുന്നത് പോലെ ഈ അവാർഡൊക്കെ ലഭിച്ച ആളാണ്, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരമൊക്കെ ലഭിച്ച ആളെ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു പാർട്ടി, ഒരു ആശയധാര അദ്ദേഹത്തെ ഇടക്കാല തലവനൊക്കെ ആക്കി വെച്ചുകൊണ്ട് ഭരണം ആരംഭിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അതുപോലെ തന്നെ മറ്റ് ഇതര ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ. ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയാൻ അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ആക്രമണങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹിന്ദു വിശ്വാസ സംബന്ധമായ സകലമാന കാര്യങ്ങളെയും അവിടെ ക്രൂരമായി ആക്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ നരാധമ പ്രവർത്തിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ പോരുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് സംഭവിച്ച കാര്യം എന്താ? ഈ CAA വിരുദ്ധ സമരം അല്ലെങ്കിൽ CAA പൗരത്വ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇവിടെ നിന്ന് അടിച്ചൊടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചാനലുകളെല്ലാം വലിയ രീതിയിൽ അന്ത്യചർച്ച നടത്തി മോദിക്കെതിരെ ഭയങ്കര തരത്തിലുള്ള വിരുദ്ധത കൊണ്ടുവന്നു. മോദിക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ BJPക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഘോരമായ പ്രസംഗങ്ങൾ ഇവിടെ നടത്തി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവരാരെങ്കിലും ബംഗ്ലാദേശിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് വേണ്ടി ഒന്ന് ശബ്ദമുയർത്തുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും അന്തിച്ചർച്ചയിൽ ഒരു ഹിന്ദുവിന് വേണ്ടി, ഒരൊറ്റ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ബംഗ്ലാദേശിൽ ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഈ അക്രമത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് ശബ്ദിക്കാൻ ഇവർക്കാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ 24-ലെ ഹാഷ്മിയൊക്കെ ഒരു സംഭവം ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു CAA സമരമൊക്കെ നടത്തുമ്പോൾ ഹാഷ്മി മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. നീണ്ട നിരയിലുള്ള ആമുഖ പ്രസംഗത്തോടെയാണ് ഹാഷ്മിയുടെ വാർത്താ അവതരണം തുടങ്ങുന്നത്. ഹാഷ്മിക്ക് എന്താ ഹിന്ദുക്കളെ ഇഷ്ടമില്ലേ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ എല്ലാവരെയും നിങ്ങൾ ഒരുപോലെയല്ലേ കാണുന്നത്? മാധ്യമപ്രവർത്തകരല്ലേ? അപ്പൊ ഹിന്ദുക്കളെ മാറ്റി നിർത്തുകയാണോ നിങ്ങൾ? ഹിന്ദുക്കളെ കാണുന്നില്ലേ? ഹിന്ദുക്കളുടെ വേദന നിങ്ങൾ അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ഹിന്ദുക്കൾക്ക് എന്താ ചോദിക്കാനും പറയാനും ആരുമില്ലേ? വിദേശ പര്യടനം കഴിഞ്ഞ മോദി എത്തുകയാണ്. ഡൽഹിയിലെയൊക്കെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം. അതിൻ്റെ തിരക്കുകളും കാര്യങ്ങൾക്കിടയിലേക്ക് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം. അതായത് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെ ഇഷ്ടം പോലെ ഇന്ത്യ ചെയ്തോ, ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഇനി ഇന്ത്യ തീരുമാനിക്കും പോലെയാണ്. അതായത് ഇന്ത്യ അവിടെ ഭരണം പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇന്ത്യ ഭരിക്കും ഇനി ബംഗ്ലാദേശ്, അല്ലെങ്കിൽ BJP ഭരിക്കും ഇനി ബംഗ്ലാദേശ് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായി ട്രംപ് പറഞ്ഞു ഇന്ത്യ എന്ത് പറയുന്നു അതുപോലെയാണ് ഇനി ബംഗ്ലാദേശിന്റെ കാര്യം എന്നുള്ളത്. അജിത് ഡോവലാണ് ഷെയ്ഖ് ഹസീനയെ കൃത്യമായി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കൃത്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇപ്പോൾ അവർ സുരക്ഷിതമായി കഴിയുന്നത്. അജിത് ഡോവൽ കൃത്യമായി ഇതിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഹിന്ദുക്കളുടെയും അവിടെ ന്യൂനപക്ഷങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയപ്പെട. കാരണം അജിത് ഡോവലൊക്കെ ഇറങ്ങിയാൽ കാര്യങ്ങളുടെ പോക്ക് ഏത് വഴിക്കാണ്, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഓടുന്ന വഴി പുല്ലു കുരിക്കില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. യൂനസ് ഒന്നും പിന്നെ സമാധാനത്തിനല്ല, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കണ്ടം വഴി ഓടുന്ന അവസ്ഥ വരും. കാരണം ബംഗ്ലാദേശിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഇന്ത്യയും അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു യോഗം ലണ്ടനിൽ നടന്നു എന്നുള്ളത് മീഡിയ മലയാളം എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട വാർത്തയാണ്. നമ്മുടെ വടയാർ സുൻ സാറാണത് ആ വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം നീക്കങ്ങളിൽ അവർ വിജയിച്ചു. ഇന്ത്യയിൽ അത് നടന്നില്ല. കാരണം ഇന്ത്യയിൽ ആരാണ് ഭരിക്കുന്നത്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന നട്ടലും ചങ്കുറപ്പുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് പക്ഷെ എവിടെയും അടിപതറിപ്പോയി. നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പലതവണ അജിത് ഡോവൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവർ അവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ചു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മോദി വിശ്വസിക്കുന്നില്ല എന്നല്ല, മോദിക്ക് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. എവിടെ നിന്നാണ് ആ പ്രഹരം വരുന്നത്, ആ പ്രഹരം വരുന്നതിന് മുൻപേ തന്നെ അതിനെ ചെറുത്ത് നിർത്താനുള്ള കെൽപ്പ് മോദിക്കും മോദി സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് അത്ര നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. സോളാഹതി ദുർഗ മന്ദിർ ഉപരോധിച്ച തീവ്രവാദികൾ സരസ്വതി ദേവിയുടെ 2 വിഗ്രഹങ്ങളാണ് നശിപ്പിച്ചത്. ബംഗ്ലാദേശിലെ ധാക്ക നഗരത്തിലെ തുരാഗിലാണ് ഈ സംഭവം നടന്നത്. പുലർച്ചെ 3:45 വെളുത്ത കാറിൽ ക്ഷേത്രത്തിലെത്തിയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത്.
അവർ ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീവ്രവാദികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. തങ്ങൾ ദുർഗാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്തെങ്കിലും സരസ്വതി ദേവിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സരസ്വതി പൂജ നടത്തി അതിനായി ഒരു പുതിയ വിഗ്രഹം തയ്യാറാക്കി അതാണ് നശിപ്പിച്ചതെന്നാണ് ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ആ മന്ദിറിന്റെ പ്രസിഡന്റ് പലാഷ് സർക്കാർ പറയുന്നത്. അടുത്തുള്ള ഒരു കന്നുകാലി ഫാമിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് തീവ്രവാദികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കണ്ടതായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് നോക്കിയത്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളും മറ്റ് ആക്രമണത്തിനുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചതിന് ശേഷം തീവ്രവാദികൾ ഓടിപ്പോകുന്നതാണ് കണ്ടത്. തുടർന്ന് അവിടുത്തെ ഹിന്ദുക്കളൊക്കെ പോലീസിനെ വിളിച്ചു. എന്നാൽ പോലീസ് അവിടെ എത്തിയില്ല. രാവിലെയാണ് പോലീസ് അവിടെ എത്തിയത്. വിഗ്രഹ നശീകരണത്തിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നടപടി എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് അത്രേ. പിന്നെ ഇതിന്റെ കാര്യത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തീവ്രവാദികളൊന്നും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും വാർത്തൻ ഈ ഹിന്ദുക്കളുടെ ഈ നമ്മളൊരു സമുദായത്തെ ഒരു മതത്തെ ഒന്നും പറയുന്നതല്ല, പക്ഷെ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതായത് കുംഭമേള നടക്കുമ്പോൾ തന്നെ അത് ഹിന്ദുവിൻ്റെ ആത്മീയ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് അടക്കം ഇങ്ങനെ കുംഭമേളയെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദുവിനെ എന്താ പറയാം, വോട്ട് ബാങ്ക് അല്ല ഹിന്ദു. വോട്ട് ബാങ്കിന്റെ ആ ഒരു ലെവലിലേക്ക് ഹിന്ദു വളർന്നിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബംഗ്ലാദേശിൽ തീർച്ചയായിട്ടും മോദി ഒരു കാര്യം തീരുമാനിച്ചാൽ ഒപ്പം ട്രംപും കൂടി ചേർന്നാൽ അജിത് ഡോവലിന്റെ തന്ത്രവും കൂടി ഉണ്ട് എങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കൊപ്പം ചേരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി അവിടെ വരികയും ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും ധന്യ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്, ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ധന്യ നേരത്തെ കൃത്യമായി പറഞ്ഞു, നമ്മൾ ഭരണം പിടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും സപ്പോർട്ട് ഉണ്ടാവും അമേരിക്ക. ഇനി യുദ്ധമാണെങ്കിൽ യുദ്ധം, ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് അടിവരയിട്ട് തന്നെ നമുക്ക് പറയേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ബൈഡൻ സർക്കാർ വീണതിന് ശേഷം, ബൈഡൻ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം അമേരിക്കയുടെ സഹായങ്ങൾ ബംഗ്ലാദേശിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും എന്നൊരു ഭയം യൂനസിനുണ്ടായിരുന്നു. അമേരിക്ക ആക്രമിക്കുമോ എന്നൊരു ഭയം യൂനസിനുണ്ടായിരുന്നു. ഈ ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ പറയുന്ന കടൽക്കിഴവനായിട്ടുള്ള ജോർജ് സോറോസ്, ഈ സോറോസ് ഈ ലോകം മുഴുവൻ അദ്ദേഹം ഒരു എന്താണ് ഈ പറയുന്ന ജൂതിഷ് ആയിട്ടുള്ള ആളാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ ഇസ്ലാമികമായിട്ടുള്ള ഭീകരവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും ഇസ്ലാമിക ഭരണം ലോകത്ത് മൊത്തം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വഴി ചരടുവലി നടത്തുകയും ചെയ്യുന്ന ഒരു നെഗറ്റിവിറ്റിയുടെ ഒരാൾ രൂപമാണ് ഈ കടൽക്കിഴവനായിട്ടുള്ള സോറോസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ അദാനിയെപ്പറ്റി, അംബാനിയെപ്പറ്റി, മറ്റവരെ പറ്റി, മറിച്ചവരെ പറ്റി പറയുമ്പോൾ ഈ ലോകത്തിന് തന്നെ നശീകരണ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോറോസിനെ പറ്റി മിണ്ടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. ഈ സോറോസിന്റെ മകൻ, അതിന്റെ പേരെനിക്ക് ഇപ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല, സോറോസിന്റെ മകൻ കൃത്യമായി എവിടെ എത്തി, ബംഗ്ലാദേശിൽ എത്തുകയും അവിടുത്തെ ഭരണകൂടത്തിന് ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അതെ, യുഎൻഎസിനോട് സംസാരിച്ചു. ഈ അമേരിക്ക നിങ്ങൾക്ക് ധനസഹായം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ധനസഹായം നൽകും എന്ന ഉറപ്പ് യുഎൻഎസിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ രാജ്യത്ത് അട്ടിമറികൾ നടക്കുന്നുണ്ടോ, ഏതൊക്കെ രാജ്യത്ത് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഇന്ത്യക്കെതിരായിക്കൊണ്ട് ഏതൊക്കെ രാജ്യത്തെ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ, ഇതിന് പിന്നിലൊക്കെ സോറോസിന്റെ കളികൾ വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒപ്പം അമേരിക്കയിലെ ഈ ട്രംപ് ഭരണകൂടം അധികാരത്തിലേറിയത് സോറോസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ഈ രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ ഒരു വിവരവും ഇല്ലാതെയാണ് അദ്ദേഹം ഇത്തരം ലണ്ടനിലെ ഈ ചർച്ചകൾക്കൊക്കെ പോയത്. എനിക്ക് തോന്നുന്നതാണോ ധന്യ, അതിനുള്ള വിവരമൊന്നും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല. ആരോ വിളിച്ചു കൊണ്ടുപോയി, അവിടെ ഇരുന്നു, എന്താ സംഭവിക്കുന്നത്? അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട് ബംഗ്ലാദേശിനെ പറ്റി കുറെ അതെ യെസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി എഴുന്നേറ്റ് പോയതായിരിക്കും. അല്ലാതെ പറ്റിയതാവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് വളരെ ദാരുണമായ സംഭവമാണ്. ഇതിനെതിരെ ശബ്ദിക്കാൻ ഹാഷ്മി ഇല്ല, ഇതിനെതിരെ ശബ്ദിക്കാൻ ഡോക്ടർ അരുൺകുമാറില്ല, ഒരാളുമില്ല, ഒരു തരത്തിലും ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഹിന്ദുക്കൾ വളരുന്നു എന്നുള്ളത് ഹിന്ദു എന്ന് പറയുമ്പോൾ പറയിപ്പിക്കുന്നതാണ് എന്നും കൂടി ആലോചിച്ചാൽ മതി.